ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ രോഹിത്തും അലീനയും കോളേജിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രിൻസിപ്പൽ അച്ഛൻ രോഹിത്തിനെ തുടർന്ന് കോളേജിൽ പഠിക്കാൻ അനുവദിക്കുന്നു. അത് അലീനയുടെ സന്ദർഭോചിതമായ ഇടപെടൽ കൊണ്ടാണ്. അതിനുശേഷം അച്ഛൻ അലീനയ്ക്ക് ഒരു ബൈബിള് സമ്മാനമായി കൊടുക്കുന്നുണ്ട്. അങ്ങനെ രോഹിത്തിനെയും അലീനയും അച്ഛൻ അനുഗ്രഹിക്കുന്നു. അതിനുശേഷം സന്തോഷപൂർവ്വം അവർ വീട്ടിലോട്ട് വരികയാണ്. ഒരു ബേക്കറി കയറി കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വൈജയന്തി കടപ്പാട്ട ഒരു വീട്ടിൽ നിന്ന് നേരെ കൊല്ലപ്പള്ളി വീട്ടിലോട്ട് വരികയാണ്. അതേസമയം അവിടെ ചെല്ലുന്ന സമയത്ത് ശിവന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല വൈജയന്തി അങ്ങോട്ട് വന്നത്. വൈജയന്തി ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ ഈ ഒരു സമയത്ത് നിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്, നീ ഇങ്ങോട്ട് വന്ന് ഒട്ടും ശരിയായില്ലെന്നൊക്കെ പറഞ്ഞ് ശിവൻ വൈജയന്തിയെ കുറ്റപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ കമല വൈജയന്തിയുടെ ഭാഗം ചേർന്നാണ് സംസാരിക്കുന്നത്. അതിനുശേഷം കമലയെ ശിവൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിൻ്റെ ഈ ഉപദേശവും ഈ എഴുതിയിൽ എണ്ണ വയ്ക്കുന്ന സ്വഭാവം കൊണ്ടാണ് നിൻ്റെ മകൻ തന്നെ ഇപ്പോൾ ജയിലില്ല എന്നുള്ള കാര്യം പറയും. എന്ത് പറഞ്ഞാലും ശിവേട്ടൻ എന്തിനാ അവളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. അവളുടെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നമ്മുടെ ശിവൻ പറയുന്നുണ്ട്. എങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കും വൈജയ്? മോന് വേണ്ടി വിവാഹം ആലോചിച്ചേക്കോലി അലീനെ. എന്താ കമലടുത്ത് പറയുന്നത്? ഓ അതെ, ആ അലീനെ വിവാഹം കഴിക്കണമെന്ന് മനുവിന് നിർബന്ധം. അതിന് അച്ഛന് സമ്മതമാണെന്ന് പറയും. നാണമില്ലേ ശിവേട്ട? കൊല്ലപ്പള്ളി വീട്ടിൽ വേലക്കാരിയായിട്ട് വന്നവളെ ഇവിടുത്തെ മരുമകളാക്കാനെന്ന് ചോദിക്കും. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറയും. അതിനുശേഷം കമലയുടെ ചോദിക്കുന്നുണ്ട്, സത്യമാണോ കമലയുടെ മനു അലീനെ വിവാഹം കഴിക്കുന്നത് പറഞ്ഞത്? സത്യമാണ്. അവൻ ഒറ്റക്കാലിൽ നിൽക്കുമോ അവളെ തന്നെ വിവാഹം കഴിക്കത്തോളെന്ന്? സമ്മതിക്കരുത് കമലേട്ടത്തി എന്ന് പറയും. എൻ്റെ കൊക്കിന് ജീവനുണ്ട്, ഞാനെന്നെ സമ്മതിക്കത്തില്ല. എന്ത് പറഞ്ഞാലും കാര്യത്തോടെ എടുക്കുമ്പോൾ അവരെല്ലാവരും വന്നാൽ ഞാൻ ഒറ്റപ്പെടുന്ന അവസ്ഥ ഇവിടെ ഒന്നും ഉണ്ടാവുന്നതെന്ന് പറയും. അച്ഛൻ വൈജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇവിടെ വേലക്കാരിയായിട്ട് വന്നവൾ ഇവിടുത്തെ മരുമകളായിട്ട് വിലസാവുന്നു. ഇല്ലടി, ഒരിക്കലും നിന്നെ ഞാനതിനെ അനുവദിക്കത്തില്ലെന്ന് വൈജ മനസ്സിൽ പറയുന്നുണ്ട്. അതിനുശേഷം രോഹിത്തും അലീനയും കൂടി വീട്ടിലോട്ട് വരികയാണ്. ആ സമയത്ത് സിറ്റ് ഔട്ടിൽ ഭവിത ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. വന്നിട്ട് ചോദിക്കും, എന്തായി രോഹിയേട്ടാ കോളേജിൽ പോയിട്ട്? പ്രിൻസിപ്പൽ അച്ഛനെ കണ്ടോ, സംസാരിച്ചു എന്ന് ചോദിക്കും. സംസാരിച്ചു, എന്നെ കോളേജിൽ തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 1 മാസം കൂടി സസ്പെൻഷനുണ്ട്. അതിനുശേഷം എക്സാം എഴുതാൻ അനുവദിച്ചെന്ന് പറയും. എല്ലാം അലീന ചേച്ചി കാരണമെന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, നിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛന് കാര്യങ്ങൾ മനസ്സിലായി നിന്നെ തിരിച്ചെടുത്തതെന്ന് പറയും. അതൊരു കാര്യമായിരിക്കാം. പക്ഷേ അലീന ചേച്ചിയുടെ ഇന്നലത്തെ സംസാരം അതുപോലെ ആയിരുന്നു. അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ എന്ന് പറയും. ഇതെന്താ കയ്യിലൊരു ബൈബിളൊക്കെ? അച്ഛൻ കൊടുത്തത് അലീന ചേച്ചിക്ക് സമ്മാനമായിട്ടെന്ന് പറയും. അപ്പോഴേക്കും നിൻ്റെ മുഖത്തെന്താ ഒരു സങ്കടം? ഇത്രയും നല്ലൊരു വിശേഷം ഞങ്ങൾ പറഞ്ഞിട്ട്. സന്തോഷമുണ്ട് ചേച്ചി, പക്ഷേ അമ്മ മേഡത്തിന് എന്ത് പറ്റി? അമ്മ ഇവിടുന്ന് പോയെന്ന് പറയും. രോഹിത് ചോദിക്കും, എങ്ങോട്ട് പോയി? അത് പെട്ടിയും പ്രമാണവും എല്ലാം എടുത്തുകൊണ്ട് അമ്മ പോയി. എങ്ങോട്ടാണ് മോളെ പോയെന്ന് ചോദിക്കും. അത് ഇപ്പം കൊല്ലപ്പള്ളിക്കാണ് പോയത്. അതിനുശേഷം വാടക വീട്ടിലോട്ട് താമസം മാറുമെന്ന് പറഞ്ഞു. എന്താ പെട്ടെന്ന് പോകാൻ കാരണമെന്ന് രോഹിത് ചോദിക്കും. കാരണം പഴയത് തന്നെയാണ്, അലീന ചേച്ചി ഇവിടുന്ന് പോകണം. ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ അലീന ചേച്ചി ആരെങ്കിലും ഒരാൾ മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റത്തുള്ളെന്ന് അമ്മ പറയുന്നതെന്ന് പറയും. ഉടനെ അലീനയ്ക്ക് അങ്ങ് വിഷമമാവും. ചേച്ചി വിഷമിക്കാതെ എന്ന് പറയും. ഇത് മേഡം എൻ്റെ അടുത്ത് മുമ്പേ ആവശ്യപ്പെട്ട കാര്യമാണ്. ഞാൻ 2 ആഴ്ച സമയം ചോദിച്ചു, അതിന് ഞാൻ പോവാത്തതുകൊണ്ടായിരിക്കും മേഡം ഇവിടുന്ന് പോയെന്ന് പറയും. എന്തായാലും മേഡം ഇവിടുന്ന് പോകണ്ട, ഞാൻ തന്നെ പോയേക്കാമെന്ന് അലീന അവരോട് പറയുന്നുണ്ട്. ചേച്ചി ഇവിടുന്ന് പോവുകയൊന്നും വേണ്ട, ചേച്ചി ഉള്ളതുകൊണ്ടല്ലേ രോഹിയേട്ടനെ ജയിലിലകപ്പെടാതെ കേസിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയത്. ഇപ്പോൾ അതുപോലെ തന്നെ കോളേജിൽ ചെന്ന് പ്രിൻസിപ്പൽ അച്ഛനോട് സംസാരിച്ച് കോളേജിൽ നിന്ന് എക്സാം എഴുതാനുള്ള അനുവാദമൊക്കെ കിട്ടിയത്. ഇനി ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ചേച്ചി ഇവിടുന്ന് പോകണമെന്ന് അമ്മ പറയുന്നതെന്ന് പറയും. വേണ്ട, ചേച്ചി പോകണ്ടെന്ന് പറയും. ഉടനെ പറയും, ഇനി അമ്മയെ തിരിച്ചുകൊണ്ട് വരണമല്ലോ എന്ന് രോഹിത്ത് പറയുന്നുണ്ട്. അച്ഛൻ അറിഞ്ഞായിരുന്നു? ഇല്ല, ഞാൻ പറഞ്ഞതാണ്, വീട്ടിൽ ആരുമില്ല, അച്ഛൻ വന്നിട്ട് അച്ഛനോട് പറഞ്ഞിട്ട് പോകാമെന്ന്. പക്ഷേ അമ്മ അതിന് സമ്മതിച്ചില്ല. കൃഷ്ണമോൾ രോഹിയേട്ടനും ഇവിടെ ഇല്ല, നിങ്ങളും കൂടി വന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ തള്ളി മാറ്റിക്കൊണ്ട് അമ്മ ഒരു ടാക്സി വിളിച്ചിട്ട് അതിനകത്ത് കയറി പോയെന്ന് പറയും. ഒരു കാര്യം നമുക്ക് ചെയ്യാം, നമുക്കെല്ലാവർക്കും കൂടി നേരെ കൊല്ലപ്പള്ളി വീട്ടിലോട്ട് പോകാമെന്ന് പറയും. കൊല്ലപ്പള്ളിയിലോട്ടോ? ചേച്ചി എന്തായി പറയുന്നത്? അതെ, എന്തൊക്കെ പറഞ്ഞാലും മേഡത്തിന് നിങ്ങളെയൊന്നും അധിക ദിവസം കാണാതിരിക്കാൻ കഴിയത്തില്ല. എന്നോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്താണ് മേഡം ഇവിടുന്ന് പോയത്. നമ്മളെല്ലാവരും കൂടി ചെന്ന് കൊല്ലപ്പള്ളി ചെന്ന് മേഡത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ മേഡം തിരിച്ചു വരുമെന്ന് പറയും. ചേച്ചിക്ക് അത്ര ഉറപ്പുണ്ടോയെന്ന് ചോദിക്കും. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയും. അപ്പം രോഹിത് പറയും, എന്തോ അമ്മയുടെ വാശി എനിക്കറിയാം, അമ്മ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അതിന് മാറ്റം ഉണ്ടാവത്തില്ല, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ കൃഷ്ണയും അലീനയും ബബിതയും രോഹിത്തും കൂടി കൊല്ലപ്പള്ളിയിലോട്ട് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മുത്തശ്ശിയെ കാണാനായിട്ട് വൈജയന്തി റൂമിലോട്ട് വരികയാണ്. ആ സമയത്ത് ചോദിക്കും, വൈജയ് ഇപ്പം നിനക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അമ്മേ, പതുക്കെ നടക്കാമെന്ന് പറയും. ആരാ നിൻ്റെ കൂടെ വന്ന? ബാലേന്ദ്രനാണോ അതോ മക്കളാണോ എന്ന് ചോദിക്കും. ആരും വന്നിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെന്ന് ചോദിക്കും. ഒറ്റയ്ക്കോ? ഈ വയ്യാതെ നീ ഒറ്റയ്ക്ക് വന്നോ എന്ന് ചോദിക്കും. അല്ല, നിൻ്റെ കാറ് കംപ്ലയിൻ്റ് അല്ലേ, ഞാനൊരു ടാക്സി പിടിച്ചെങ്കിൽ പോകുന്നതെന്ന് പറയും. ഇങ്ങോട്ട് പോകുന്നോ? എന്തൊക്കെയാണ് വൈജയ് നീ പറയുന്നത്? എനിക്കിനി അവിടെ താമസിക്കാൻ കഴിയത്തില്ല അമ്മയെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയെന്ന് പറയും. താമസം മാറ്റാലോ? നിന്നെ ഗംഗാധരനും ശിവനും കൂടി
കടപ്പാട്ടൂർ വിട്ടതല്ലേ, പിന്നെന്താ ഇപ്പം നീ ഇങ്ങോട്ട് വരാൻ? അതേ, ഗംഗേട്ടനും ശിവേട്ടനും കൂടി ചേർന്ന് എന്നോട് ഈ കൊലച്ചത് ചെയ്തെന്ന് പറയും. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഒരു വാടക വീടെടുത്ത് മാറാമെന്ന് പറഞ്ഞു. അതിന് സമ്മതിക്കാതെ അവർ രണ്ടുപേരും കൂടി എന്നെ ചതിച്ചാണ് ആ ബാലേന്ദ്രൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയെന്ന് പറയും. ബാലേന്ദ്രൻ്റെ വീട്ടിലോ? അത് നിൻ്റെയും കൂടി വീടല്ലേ? നിൻ്റെ ഭർത്താവും നിൻ്റെ മക്കളും താമസിക്കുന്ന വീട് അല്ല, അതിപ്പോൾ എൻ്റെ വീടല്ല. ഇതൊക്കെയാണ് വൈജയ് പറയുന്നത്. അത് എൻ്റെ വീടായിരുന്നു അലീന വരുന്നതിന് മുമ്പ്. ഇപ്പം അവിടെ ആർക്കും എന്നെ ആവശ്യമില്ലമ്മേ. ആ വീട്ടിൽ ഒരു പട്ടിയേക്കാൾ വില പോലും എനിക്കില്ല. ഞാൻ ഒരു പെയിൻ ഗസ്റ്റ് കണക്ക് ഒരു മുറി കിടന്നോണം. നീ ബാലേന്ദ്രനോട് പറഞ്ഞോ നീ ഇങ്ങോട്ട് വരുന്ന കാര്യം? എന്തിനു പറയണം? ഞാൻ ഇത്രയും ദിവസം ആ വീട്ടിൽ കിടന്നല്ലോ. എനിക്ക് മരുന്ന് വേണോ, എനിക്ക് സുഖമാണോ, ഞാൻ ആഹാരം കഴിച്ചു എന്ന് ആരെങ്കിലും തിരക്കിയോ? ഒരു പരിഗണനയില്ലാതെ ഞാനൊരു വീട്ടിൽ താമസിക്കണം? വേലക്കാരിയായിട്ട് വന്നവൾ അവിടെ വീട്ടുകാരിയായിട്ട് അവളവിടെ കഴിയട്ടെ. അവളവിടെ നിൽക്കുന്നതാണല്ലോ എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനൊക്കെ സന്തോഷം. വൈജയ്, നീ ഇവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ സംസാരിക്കരുത്. ഞാൻ എന്താ അമ്മയെ സംസാരിക്കുന്നത്? എവിടെയോ കിടന്ന് ഏതോ ഒരു പിഴച്ച് പ്രസവിച്ച് ഒരുത്തി ആ വീട്ടിൽ വന്ന് കയറി അവളെ എല്ലാവർക്കും വേണം. നേരെ ചൊവ്വേ താലി കൊണ്ടുവന്ന് എന്നെ അയാൾക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അലീനയെ കുറ്റപ്പെടുത്തി അങ്ങ് സംസാരിക്കണം. ആ സമയത്ത് സത്യങ്ങളെല്ലാം മുത്തശ്ശിക്കറിയാം. മുത്തശ്ശി പറയും, വൈജയ് നീ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ വൈജയോട് പറയുന്നുണ്ട്. എനിക്കിനി ഒന്നും സംസാരിക്കാനില്ല. എനിക്കൊരു തീരുമാനമുള്ളൂ. ആ അലീനെ ആ വീട്ടിൽ നിന്ന് ഇറക്കാതെ ഞാൻ ഇനി അങ്ങോട്ട് പോകത്തില്ല. അത് എൻ്റെ തീരുമാനമാണെന്ന് പറയും. നീ ഇങ്ങനെ ഒരു ഉറപ്പില്ലാതെ ഓരോ കാര്യങ്ങൾ പറയരുത് വൈജയ്. നീ കാര്യങ്ങൾ ഇനി മനസ്സിലാക്കട്ടെ. ഇനി കൂടുതൽ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മുത്തശ്ശിയോട് വൈജയ് ചോദിക്കുന്നുണ്ട്. നീ ചെയ്തതെല്ലാം തെറ്റാ വൈജയ്. പറയാം. കണ്ടോ, ഇപ്പോൾ എനിക്കിതാ മനസ്സിലാവാത്തത്. എന്ത് പറഞ്ഞാലും എല്ലാവരും ബാലേന്ദ്രനെ കൂട്ടാം. ഇപ്പോൾ അമ്മയും എൻ്റെ ആങ്ങളമാരും എല്ലാവരും ബാലേന്ദ്രൻ എന്ത് പറയുന്നു അതിനൊപ്പം നിൽക്കും. ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് ദേഷ്യം. ഇപ്പോഴും ശിവേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ട് ഇരിക്കുവാന്ന് പറയും. അവൻ ദേഷ്യപ്പെട്ടിന് കാര്യമുണ്ട് വൈജയ്. എനിക്ക് അമ്മയോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് വൈജയ് ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ്. അതിനുശേഷം എല്ലാവരും കൂടി കൊല്ലപ്പള്ളി വീട്ടിലോട്ട് വരികയാണ്. രോഹിത്തും കൃഷ്ണയും ബബിതയും അലീനയും കൂടി ചേർന്ന് വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അവിടെ രഞ്ജുവും നമ്മുടെ മനുവൊക്കെ നിൽപ്പുണ്ട്. അപ്പോഴത്തേക്ക് മനു ചോദിക്കും, ഇതെന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട്? അത് മനുവേട്ടാ, ഞങ്ങൾ അമ്മയെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടാൻ വന്നതാന്ന് പറയും. ഓ, ആൻറ്റിയെ കൂട്ടിക്കൊണ്ടുപോകാൻ? അതെന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല രോഹിത്തെ, നിങ്ങൾ വെറുതെ വന്നതായിരിക്കും. അപ്പം അലീന പറയും, എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാൻ മനുവേട്ടാ, മേഡത്തിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരോടും വന്നതെന്ന് പറയും. ശരി, എന്തായാലും വന്നതല്ലേ, സംസാരിച്ച് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മനു ചെന്നിട്ട് വൈജയ് വിളിക്കുന്നുണ്ട്. ആൻറ്റി എന്നൊന്ന് വിളിക്കും. അപ്പോഴത്തേക്ക് ഇറങ്ങി വരും. അപ്പോഴത്തേക്ക് ഇവരെല്ലാവരെയും കാണുമ്പോഴത്തേക്ക് വൈജയ് ഇങ്ങനെ നോക്കുകയാണ്. ഇതെന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നേന്ന് നോക്കും. അത് അമ്മയെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാനാന്ന് പറയും. വൈജയന്തിക്ക് ഒരു തീരുമാനമേ ഉള്ളൂ. വൈജയ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് തിരിച്ച് കയറത്തില്ലെന്ന് പറയും. അമ്മ തിരിച്ച് വീട്ടിലോട്ട് വരണമെന്ന് രോഹിത് പറയുന്നുണ്ട്. ആ സമയത്ത് വീട്ടുവേലക്കാരുടെ മുമ്പിൽ വെച്ച് കുടുംബകാര്യം സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഇവിടെ പുറത്തു പോകാൻ പറയും. അപ്പോഴത്തേക്ക് പറയും, അലീന ചേച്ചി ഇവിടെ നിൽക്കുന്നുണ്ട്, എന്താ കുഴപ്പം? എനിക്ക് ഇവിടെ നിർത്തിക്കൊണ്ട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് അലീന പറയും, സാരമില്ല, ഞാൻ പുറത്ത് നിൽക്കാം, നിങ്ങൾ സംസാരിക്കാൻ പറയും. അങ്ങനെ അലീന ഇറങ്ങി പുറത്ത് നിൽക്കാൻ. ആ സമയത്ത് രോഹിത് പറയും, അമ്മേ, ഇത്രയും നാൾ നമ്മുടെ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളെല്ലാം ഇപ്പം മാറിക്കൊണ്ടിരിക്കുക. അമ്മ അറിഞ്ഞായിരുന്നു, എന്നെ കോളേജിൽ തിരിച്ചെടുത്തു, എനിക്കിനി തുടർന്ന് കോളേജിൽ പഠിക്കാൻ പറ്റും. അങ്ങനെ കേസിൽ നിന്ന് എനിക്ക് ജാമ്യം കിട്ടി. എന്തെല്ലാം കാര്യങ്ങളാണ് അലീന ചേച്ചി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തതെന്ന്. നല്ല കാര്യങ്ങളല്ലേ അമ്മ, ഒന്ന് ആലോചിച്ച് നോക്കേ. അല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ജയിലിലായി പോയേനെ. എന്തെല്ലാം നല്ല കാര്യങ്ങൾ അല്ല ചേച്ചി നമ്മുടെ വീട്ടിന് നമുക്കും വേണ്ടി ചെയ്ത്. എന്നിട്ട് അല്ല ചേച്ചി അവിടെ നിന്ന് പോകണമെന്ന് അമ്മ എന്തിനാണ് വാശി പിടിക്കാൻ നോക്കും? അവൾ ആ വീട്ടിൽ നിൽക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. എൻ്റെ കുടുംബം എനിക്ക് സുരക്ഷിതമായിട്ട് നോക്കണം. എനിക്ക് എൻ്റെ ഭർത്താവ് മക്കളുടെയും കൂടെ എനിക്ക് ജീവിക്കണം. അതിന് അവളൊരു തടസ്സമാണ്. അവൾ ആ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് പറയും. അതുകൊണ്ട് പറയും, അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ അങ്ങോട്ട് വരുമോ നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ടെന്ന് തന്നെ പറയും. ഉടനെ നമ്മുടെ മനു പറയുന്നുണ്ട്, അലീനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ആവശ്യമാണ് ആൻറ്റി കൊല്ലെന്നുണ്ടെങ്കിൽ അതെന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല. ഉടനെ രോഹിതും പറയും, അത് ശരിയാണ്, അലീന ചേച്ചിയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ അച്ഛൻ എന്തായാലും സമ്മതിക്കത്തില്ലെന്ന് പറയും. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എന്നെ കാണാനും സംസാരിക്കാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരട്ടെ. എനിക്ക് ഒരേ ഒരു തീരുമാനമേ ഉള്ളൂ, അലീന ആ വീട്ടിലുണ്ടാവരുത്. പിന്നെ ബാലേന്ദ്രൻ ഇവിടെ വന്ന് എന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകണം. ഇത് രണ്ടുമാണ് എൻ്റെ ആവശ്യം. ഈ രണ്ട് ഡിമാൻഡ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറയും. ഉടനെ രോഹിത് പറയാം, അലീന ചേച്ചി ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ അച്ഛൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. അമ്മ എന്തായാലും അതും പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കണ്ടെന്ന് പറയും. എങ്കിൽ പിന്നെ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയും. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി ഈ കാര്യം ബാലേന്ദ്രനോട് പറയുമ്പോൾ ബാലേന്ദ്രനും ഒരു കാരണവശാലും അലീന ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷേ വൈജയ് വേണമെങ്കിൽ കളപ്പാട്ടൊരു വീട്ടിൽ നിന്നോളാൻ പറയും. അപ്പോൾ അതൊക്കെയാണ് നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കഥയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ഇതിൻ്റെ ബാക്കി കഥയുമായി നാളെ കാണാം.